നിരവധി സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യം കൊണ്ടും പിറവി കൊണ്ടും അനുഗ്രഹീതമാണ് കേരളം. അവസാന പ്രവാചകൻ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ ദിവ്യവിളക്ക് കേരളത്തിൽ പ്രകാശിച്ചു. ഹസ്രത്ത് മാലിക് ദീനാരും കൂട്ടരുമാണ് ദീനീ വിളക്കിനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. തൽഫലമായി കേരളത്തിലും തൊട്ടടുത്ത കർണാടകയിലും ഇസ്ലാം പ്രചാരം നേടുകയുണ്ടായി. പെട്ടെന്ന് തന്നെ മസ്ജിദുകളും ദീനീ സ്ഥാപനങ്ങളും ഉണ്ടായി. കാസർഗോഡ് ജില്ലയിൽ കർണാടക അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതി സുന്ദരവും കൃഷിയിടങ്ങളാലും പർവ്വതങ്ങളെ കൊണ്ട് വലയം ചെയ്തു നിൽക്കുന്ന ഒരു ചെറിയ ഉൾപ്രദേശമാണ് ബായാർ. പക്ഷേ അതിന്റെ കീർത്തിയും പേരും ദശദിക്കിലും അറിയപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയുടെ രമണീയത പോലെ തന്നെ ഈ നാടിന് ഒരു ആത്മീയ പാരമ്പര്യവും ഉണ്ട്. നിരവധി പണ്ഡിതന്മാരുടെ സാന്നിധ്യവും സൂഫിവര്യന്മാരുടെ ആത്മീയ പരിലാളനയും വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ കലവറയും വിദ്യാർത്ഥി സംഘടനയുടെ സേവനവും ഈ നാടിനെ എന്നും പ്രശസ്തമാക്കി. ദീനീ വിജ്ഞാനം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന രണ്ട് മിനാരങ്ങളാൽ പ്രശോഭിതമായ ബദരിയ ജുമാ മസ്ജിദും നൂറുകണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത ദർസും
وسلم يا مصطفى صلى الله عليه وسلم. ബദരിയ ജുമാ മസ്ജിദിൽ 1/2 കിലോമീറ്റർ ദൂരെ مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد سيد الكونين والثقلين. 16 മിനാരങ്ങളും 2 പച്ച കുബകളാൽ അലങ്കൃതവും ചരിത്ര പുരുഷന്മാർ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ദർഗാ ഷെരീഫും ഈ നാടിന് ആത്മീയ ചൈതന്യവും പ്രവർത്തകർക്ക് കരുത്തും പകരുന്നു. യാ വജീഹ ദീനി വൽ കറമി വഹലീഫൽ ഇൽമി വൽ ഹികമി. ദർഗാ ഷെരീഫിൽ മാസം തോറും നടത്തിവരാറുള്ള സ്വലാത്തും വെള്ളിയാഴ്ചയിൽ നടത്തിവരുന്ന മൗലൂദും നാടിന് സമാധാനവും ഐക്യവും പരസ്പര സ്നേഹവും ഉണ്ടാക്കിത്തീർക്കുന്നു. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വാനിലേക്ക് ഉയർന്നു നിൽക്കുന്ന ബദരിയ ജുമാ മസ്ജിദ് ഈ നാടിന്റെ കേന്ദ്രബിന്ദുവാണ്. ഇന്ന് കാണുന്ന ഈ മസ്ജിദ് ഇപ്പോൾ നിലകൊള്ളുന്ന സ്ഥലത്ത് നിർമ്മിച്ചു ഏകദേശം 100ഓളം വർഷമായി. ഇതിനു മുമ്പ് 1/2 കിലോമീറ്റർ ദൂരെയായിരുന്നു മസ്ജിദ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മസ്ജിദിന്റെ മേൽനോട്ടത്തിൽ